നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഭഗവത്ഗീതയിലെ 1-ാം അധ്യായത്തിൽ ശ്ലോകം 21 മുതൽ 25 വരെയാണ് നോക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെ ആ ഒരു നിർണായക നിമിഷത്തിലേക്കാണ് നമ്മൾ ഒരുമിച്ചു പോകുന്നത്. റെഡിയല്ലേ? അപ്പൊ നമുക്ക് ഈ ഒരു ചോദ്യത്തോടെ തന്നെ തുടങ്ങാം, അല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കൂ. യുദ്ധം തുടങ്ങാൻ ഇനി നിമിഷങ്ങളേ ഉള്ളൂ. ശംഖനാദമൊക്കെ മുഴങ്ങിക്കഴിഞ്ഞു. ആ ഒരു ടെൻഷൻ നിറഞ്ഞ നിമിഷത്തില് മഹായോദ്ധാവായ അർജുനൻ തന്റെ സാരഥിയായ സാക്ഷാൽ ഭഗവാൻ കൃഷ്ണനോട് എന്തായിരിക്കും ആവശ്യപ്പെട്ടിട്ടുണ്ടാവുക? ശരി, നമുക്കതിന്റെ ഉത്തരത്തിലേക്ക് വരാം. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെ ഏറ്റവും ടെൻഷൻ നിറഞ്ഞൊരു മൊമെന്റിലാണ്. മഹാനായ യോദ്ധാവ് അർജുനൻ തന്റെ ദിവ്യനായ സാരഥി സാക്ഷാൽ ഭഗവാൻ കൃഷ്ണനോട് ഒരു കാര്യം ആവശ്യപ്പെടാൻ അല്ലെങ്കിൽ ഒരു നിർദ്ദേശം നൽകാൻ പോവുകയാണ്. അപ്പോ നമുക്കാദ്യം തന്നെ 21ഉം 22ഉം ശ്ലോകങ്ങള് എന്താണെന്ന് നോക്കാം. അർജുന ഉവാച സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയ മേച്യുത് യാവദേതാൻ നിരീക്ഷേയഹം യോദ്ധുകാമാനവസ്ഥിതാൻ കൈർമയാ സഹ യോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ. അപ്പോ അർജുനൻ എന്താ ആവശ്യപ്പെടുന്നത്? വളരെ വ്യക്തമായിട്ട് പറയാണ്, അച്യുതാ, ഈ രണ്ട് സൈന്യങ്ങളുടെയും നടുവിലായി എന്റെ രഥമൊന്ന് നിർത്തൂ. എന്തിനായിരിക്കും ഇങ്ങനെ പറഞ്ഞത്? കാരണം തന്നോട് യുദ്ധം ചെയ്യാൻ ഇത്ര ആവേശത്തോടെ നിൽക്കുന്നവരെയൊക്കെ ഒന്ന് കാണണം. ഈ മഹായുദ്ധത്തിൽ താൻ ആരുമായിട്ടൊക്കെയാണ് ഏറ്റുമുട്ടേണ്ടതെന്ന് നേരിട്ടൊന്ന് അറിയണം. നമുക്കറിയാലോ, ദുര്യോധനന്റെ ദുർബുദ്ധി കാരണം സമാധാനത്തിനുള്ള ഒരു വഴിയും ബാക്കിയുണ്ടായിരുന്നില്ല. എന്നാലും ഒരുപക്ഷെ ആ എതിർപക്ഷത്തുള്ള തന്റെ പ്രിയപ്പെട്ടവരെയൊക്കെ ഒന്നുകൂടി കാണാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ഇനി നമുക്ക് ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധിക്കാം. അർജുനൻ കൃഷ്ണനെ വിളിച്ചത് ശ്രദ്ധിച്ചോ? അച്യുത എന്നാണ്. വെറുമൊരു പേരല്ല അത്. ആ വിളിക്ക് പ്രത്യേകിച്ച് ഈയൊരു സന്ദർഭത്തിൽ വളരെ ആഴത്തിലുള്ളൊരർത്ഥമുണ്ട്. അച്യുതൻ എന്താണ് ഈ വാക്കിന്റെ അർത്ഥം? ഒരിക്കലും വീഴ്ച സംഭവിക്കാത്തവൻ. അതായത് ഭഗവാൻ തന്റെ ഭക്തരോടുള്ള സ്നേഹത്തിൽ നിന്നോ വാത്സല്യത്തിൽ നിന്നോ ഒരടി പോലും പിന്നോട്ടു പോവില്ല. അപ്പോ ഈയൊരു നിർണായക സമയത്ത് അർജുനൻ കൃഷ്ണനെ അച്യുത എന്ന് വിളിക്കുമ്പോൾ അത് തന്റെ പൂർണ്ണമായ വിശ്വാസം പ്രഖ്യാപിക്കലാണ്. ഒന്നോർത്തുനോക്കൂ, ഈ പ്രപഞ്ചത്തിന്റെ തന്നെ നാഥനാണ്. എന്നിട്ടും തന്റെ ഭക്തന്റെ ഒരു സാരഥിയായി ആ ദൗത്യം ഏറ്റെടുത്തതെന്തുകൊണ്ടാണ്? ആ വീഴ്ചയില്ലാത്ത സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇവിടെയാണ് ഏറ്റവും മനോഹരമായൊരു കാര്യം നമ്മൾ കാണുന്നത്. ഭഗവാനും ഭക്തനും തമ്മിലുള്ള ആ ഒരു ബന്ധം. ഭഗവാൻ എപ്പോഴും തന്റെ ശുദ്ധഭക്തനെ സേവിക്കാൻ ഒരവസരത്തിനായി കാത്തിരിക്കുകയാണെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ യജമാനന്റെ സ്ഥാനത്തുള്ള ആളാണ് ഭഗവാൻ, അല്ലേ? പക്ഷേ തന്റെ ഭക്തൻ ഒരു സുഹൃത്തിനെ പോലെ തനിക്ക് നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ ഭഗവാൻ ഒരു പ്രത്യേക സന്തോഷമാണ്. ഇത് ശരിക്കും അവരുടെ ആ ഒരു സ്നേഹബന്ധത്തിന്റെ ആഴമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, ഇനി നമുക്ക് 23ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. യോത്സ്യമാനാനവേക്ഷേഹം യ ഏതേത്ര സമാഗതാഃ ധാർതരാഷ്ട്രസ്യ ദുർബുദ്ധേർ യുദ്ധേ പ്രിയചികീർഷവഃ. 23. ഇവിടെ അർജുനൻ കുറച്ചുകൂടി വ്യക്തമാക്കുകയാണ്. ധൃതരാഷ്ട്രരുടെ ദുഷ്ടനായ പുത്രനില്ലേ, ആ ദുര്യോധനൻ, അവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മാത്രം യുദ്ധം ചെയ്യാൻ വന്നവരെ എനിക്ക് കാണണം. നോക്കൂ, ദുര്യോധനന്റെ ലക്ഷ്യങ്ങൾ എത്രത്തോളം അധാർമികമാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. അപ്പൊ അവന്റെ കൂടെ നിൽക്കുന്നവരും ആ അധർമ്മത്തിന് കൂട്ടിനിൽക്കുകയാണ്. അതാണ് അർജുനൻ മനസ്സിലാക്കുന്നത്. കൃഷ്ണൻ കൂടെ ഉള്ളപ്പോൾ വിജയത്തിന്റെ കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ താൻ നേരിടാൻ പോകുന്ന ആൾക്കാർ ആരൊക്കെയാണ്, അവരുടെ ശക്തി എന്താണെന്നൊക്കെ ഒന്ന് വിലയിരുത്താൻ അദ്ദേഹം ആഗ്രഹിച്ചു. അപ്പോ അർജുനൻ ഇങ്ങനെ ആവശ്യപ്പെട്ടു. ഇനി സഞ്ജയൻ വിവരിക്കുകയാണ്. ഈ അഭ്യർത്ഥന കേട്ടിട്ട് എല്ലാ ഇന്ദ്രിയങ്ങളുടെയും അധിപനായ ഭഗവാൻ കൃഷ്ണൻ എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് നമുക്ക് നോക്കാം. ശരി, 24ാമത്തെ ശ്ലോകം. സഞ്ജയ ഉവാച ഏവമുക്തോ ഹൃഷീകേശോ ഗുഡാകേശേന ഭാരത സേനയോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം. ഈ ശ്ലോകത്തിലെ അർജുനൻ ഒരു പ്രത്യേക പേരുണ്ട്, ഗുഡാകേശൻ. എന്താണ് അതിന്റെ അർത്ഥം? ഗുഡാക എന്ന് പറഞ്ഞാൽ ഉറക്കം. അപ്പോ ഉറക്കത്തെയും അതുപോലെ അജ്ഞാനത്തെയും ജയിച്ചവനാണ് ഗുഡാകേശൻ. കൃഷ്ണനുമായി എപ്പോഴും ഒരുമിച്ചുണ്ടായിരുന്നതുകൊണ്ട് തന്നെ അർജുനൻ എപ്പോഴും ഒരു ബോധതലത്തിൽ ഉണർന്നിരിക്കുന്ന ആളായിരുന്നു. അപ്പോ ഇനി വരാൻ പോകുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു വിഷമം അത് അറിവില്ലായ്മ കൊണ്ടായിരുന്നില്ല, മറിച്ച് തന്റെ പ്രിയപ്പെട്ടവരുമായി യുദ്ധം ചെയ്യേണ്ടി വരുന്നതിലുള്ള സംഘർഷത്തിൽ നിന്നായിരുന്നു. അതുപോലെ ഭഗവാനെ ഇവിടെ ഹൃഷികേശൻ എന്നും വിളിക്കുന്നുണ്ട്. അതായത് എല്ലാ ജീവികളുടെയും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കുന്നവൻ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം?
രഥം നടുവിൽ നിർത്താൻ അർജുനൻ പറഞ്ഞപ്പോൾ അതിന്റെ പിന്നിലെ യഥാർത്ഥ കാരണം അർജുനന്റെ മനസ്സിലുള്ള ആ പറയാത്ത വിഷമങ്ങൾ വരെ ഭഗവാന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. ഓക്കെ, നമ്മൾ ഇന്ന് നോക്കുന്ന ഭാഗത്തെ അവസാന ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. 25-ാം ശ്ലോകം. ഭീഷ്മദ്രോണ പ്രമുഖതഃ സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യേതാൻ സമവേതാൻ കുരൂനിതി. 25. അപ്പോ അർജുനൻ പറഞ്ഞത് കേട്ട് ഭഗവാൻ കൃഷ്ണൻ എന്തു ചെയ്തു? ആ രഥം നേരെ ഭീഷ്മരുടെയും ദ്രോണരുടെയും ഒക്കെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി. എന്നിട്ട് പറഞ്ഞു, പാർത്ഥ, ദേ നോക്ക്, ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന ഈ കുരുവംശജരെയൊക്കെ ഒന്ന് കാണൂ. ഋഷികേശനായതുകൊണ്ട് തന്നെ കൃഷ്ണന് അർജുനന്റെ മനസ്സിൽ ഇനി എന്തു കൊടുങ്കാറ്റാണ് വരാൻ പോകുന്നതെന്ന് നല്ല ബോധ്യമുണ്ടായിരുന്നു. പൃഥയുടെ പുത്രനായ അർജുനൻ ഭയന്ന് പിന്മാറുമെന്ന് ഭഗവാൻ കരുതിയിരുന്നില്ല. മറിച്ച് സ്നേഹത്തോടെയുള്ളൊരു തമാശ പോലെ അർജുനന്റെ മനസ്സിലുള്ള ആ സംഘർഷങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ഒരവസരം ഒരുക്കുകയായിരുന്നു ഭഗവാൻ. അപ്പോ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യം ബാക്കിയാവുന്നുണ്ടല്ലേ? സർവേശ്വരനായ ഭഗവാൻ തന്റെ ഒരു ഭക്തന്റെ നിർദ്ദേശങ്ങളെ ഒരു സേവനം പോലെ ഇത്ര സന്തോഷത്തോടെ സ്വീകരിക്കുന്നതിന്റെ രഹസ്യം എന്തായിരിക്കും? ആഴത്തിലുള്ള സ്നേഹത്തിനപ്പുറം മറ്റെന്തെങ്കിലും അതിന് കാരണമുണ്ടാകുമ്പോ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാവുന്നതാണ്. അപ്പോ ഇതുപോലെയുള്ള ആഴത്തിലുള്ള അറിവുകളിലൂടെയുള്ള ഞങ്ങളുടെ യാത്രയിൽ നിങ്ങൾക്കും പങ്കുചേരാം. ഈ വിവരണം ശ്രദ്ധിച്ചതിന് ഒരുപാട് നന്ദി. നിങ്ങളിപ്പോൾ കാണുന്നത് ഞാൻ കൂഷാണ്. ഇതൊരു ബഹുഭാഷാ ചാനലാണ് കേട്ടോ. ഞങ്ങൾ ഇംഗ്ലീഷ്, ഹിന്ദി, മറാഠി, തമിഴ്, ഗുജറാത്തി, മലയാളം, ബംഗാളി ഇങ്ങനെ ഒരുപാട് ഭാഷകളിൽ ആത്മീയമായ അറിവുകൾ പങ്കുവെക്കുന്നുണ്ട്. വൈകാതെ തന്നെ കൂടുതൽ ഭാഷകൾ ഞങ്ങൾ ഉൾപ്പെടുത്തും. ഞങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ സനാതനധർമ്മത്തിലെ അമൂല്യമായ കാര്യങ്ങൾ ഏറ്റവും ലളിതമായി വ്യക്തമായി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ്. ഞങ്ങളുടെ ചാനലിൽ നിങ്ങൾക്ക് ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത, ലളിതാ സഹസ്രനാമം, ദൈവത്തിന്റെ കൽപ്പനകൾ, നാരായണീയം, മഹാരാഷ്ട്രയിലെയും ബംഗാളിലെയും സന്യാസിമാരുടെ കഥകൾ, പിന്നെ ആദിശങ്കരന്റെ ദിവ്യാവതാര കഥ, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ ദിവസവും വീഡിയോകൾ കാണാൻ സാധിക്കും. ഞങ്ങളുടെ ഈ ഉള്ളടക്കം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ഞാൻ കോഷ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ദിവസവും ഇടുന്ന വീഡിയോകളെക്കുറിച്ച് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. മറക്കാതെ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ദിവ്യമായ അറിവ് നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊക്കെ പങ്കുവയ്ക്കുക. നമുക്ക് ഒരുമിച്ച് സനാതനധർമ്മത്തിന്റെ വെളിച്ചം എല്ലായിടത്തും എത്തിക്കാം.